എൻ്റെ കയ്യിലുള്ളത് ആപ്പിൾ പ്രോഡക്റ്റ് അല്ല, ഈ MG കോമറ്റിൻ്റെ വയർലെസ് കീ ആണ്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഏപ്രിലാണ് MG കോമറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പം ഇതൊരു അണ്ടർ 3 മീറ്റർ വെഹിക്കിളാണ്, ഒരു കോമ്പാക്ട് വെഹിക്കിളാണ്. ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ ഒരു സിറ്റി ട്രാഫിക്കിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വെഹിക്കിളാണിത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇതിന് ആക്ച്വലി ഒരു ഡിസൈൻ ഫീച്ചറായിട്ട് പറയാനുള്ളത് ഇതൊരു കണ്ടിന്യൂസ് റണ്ണിങ് DRL-ആണ്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയി ഈ മിറർ ടു ആ മിറർ വരെ പോകുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് പറയാനുള്ള ഈ ഒരു MG ലോഗോ കാണാൻ കഴിയും. അത് ബാക്ക് ലിറ്റാണ്. പിന്നെ ഇവരുടെ ഈ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, സ്റ്റെപ്പ് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഭയങ്കര യുണീക്കായിട്ട് MG ഡിസൈൻ ചെയ്ത എലമെൻറ്റ്സ് ആണ്. ഇപ്പം നമുക്ക് ഈ എയർ ഡാം കാണാൻ കഴിയും. ഇവിടെ ആയിരിക്കും നമ്പർ പ്ലേറ്റ് വരിക. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളുടെ ചാർജിങ് പോർഷൻ. നമുക്കിത് ആക്ച്വലി പുഷ് ചെയ്ത് തുറക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ EV 2 വേരിയൻസിൽ ഇറങ്ങുന്നുണ്ട്, നോർമൽ ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങിലും. നോർമൽ ചാർജിങ്ങിലാണെങ്കിൽ ഏകദേശം 6 to 7 hours എടുക്കും 100% ചാർജ് ചെയ്യാൻ. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 3 to 3.5 hours ആണ് ഇവർ പറയുന്ന സമയം. ഈ ഒരു ചാർജിങ് പോർഷൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ബോണറ്റ് ഓപ്പൺ ആക്കുന്ന നോബ് ഉള്ളത്, അല്ലെങ്കിൽ ലിവർ ഉള്ളത്. ഇത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ നമുക്കിത് തുറക്കാൻ പറ്റും. നമുക്കിതിനകത്ത് ആക്ച്വലി ഇവരുടെ നോർമൽ ബാറ്ററി ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടിങ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സെല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നതിനകത്താണ്. അപ്പോൾ ആക്ച്വലി സർവീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ടിയാഗോ ചെയ്തതിന് അപേക്ഷിച്ച് ടിയാഗോയുടെ ആക്ച്വലി ഒരു പെട്രോൾ വേരിയൻ്റാണ് അവർ EV ആയിട്ട് കൺവേർട്ട് ചെയ്ത്. പക്ഷേ ഇതൊരു ഈ പ്ലാറ്റ്ഫോമിലുള്ള വെഹിക്കിൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലിലെ വ്യത്യാസങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഈ വൈപ്പറിന് വേണ്ട വാട്ടർ ഫില്ല് ചെയ്യാനും പിന്നെ AC ഗ്യാസ് ഫില്ല് ചെയ്യാനാണ് മേജറിൽ നമ്മൾ സർവീസിൽ ഉപയോഗിക്കുക. ഇതൊരു EV വെഹിക്കിൾ ആയതുകൊണ്ട് വേറെ അധികം സർവീസുകളില്ല. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു കൺജഷൻ ഫീൽ എങ്കിൽ ഈ ബോണറ്റ് പല സമയത്ത് ഊരേണ്ടി വരാറില്ല. അത് പറഞ്ഞു വെച്ചേ ഉള്ളൂ. നോർമലി ഒരു കാറ് പോലെയല്ല കോമറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു ഡോറിൻ്റെ ലെങ്ത്ത് കമ്പാരറ്റീവ്ലി കൂടുതലാണ്. നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ ബാറ്ററിയുടെ പൊസിഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് എൻ്റെ ബാറ്ററിയുടെ പൊസിഷൻ. IP67 റേറ്റിംഗ് ഉള്ള ലിഥിയം അയൺ ബാറ്ററിയാണത്. 17.39 വാട്ടാണ് ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി. അതായത് സർട്ടിഫൈഡ് റേഞ്ച് എന്ന് വെച്ചാൽ 230 കിലോമീറ്ററാണ്. പക്ഷേ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഒരു 180 to 200 ആണ് കസ്റ്റമർ പറയുന്ന റേഞ്ച്. ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ റേഞ്ചും ഈ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ബിക്കോസ് എടുക്കുന്നവർക്ക് അതായിരിക്കും കൂടുതൽ ആവശ്യം വരിക. ഓക്കെ, അവർക്ക് അതായിരിക്കും കൂടുതൽ അറിയേണ്ടി വരിക. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് ടെയിൽ ലാമ്പ് കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമുക്ക് ഒരു വൈഡ് ആംഗിൾ റിയർ വ്യൂ ക്യാമറയും നമുക്ക് കാണാൻ കഴിയും. ഡിക്കി തുറന്നു കഴിയുമ്പോൾ ഇവരുടെ നമ്പേഴ്സിലൊന്നും ഈ ലിറ്റർ സ്പേസ് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ലാപ്ടോപ്പ് ബാഗ് വെക്കാൻ വേണ്ട സ്പേസ് ഇതിനകത്തുണ്ട്. ഓഫ് കോഴ്സ് ടിയാഗോയിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു പങ്ക്ചർ കിറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് അവർ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം കുറച്ചധികം ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം 50-50 ഫോൾഡിംഗ് ആണ്, നമുക്ക് ഉള്ളോട്ട് ഇടാം. കൂടാതെ ഈ സീറ്റ് ആക്ച്വലി ഒരു നോബ് വെച്ചിട്ടാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റ് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. പൊതുവേ എല്ലാ കാറിലും റൈറ്റ് സൈഡിൽ കൂടെ മാത്രമേ വണ്ടിയിലോട്ട് കയറാൻ കഴിയുള്ളൂ ഇന്ത്യൻ കണ്ടീഷനിൽ. പക്ഷേ ഈ ഒരു കോമറ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡോറ് തുറന്നിട്ട് ഈ സൈഡിലും കൂടെ കയറാൻ പറ്റും. അതിന് മുൻപ് ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഡോറ് തുറന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുക. അപ്പം ഇത് നമുക്ക് ആക്ച്വലി മുന്നോട്ടും പിന്നോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ബാക്കിലെ പാസഞ്ചേഴ്സിന് ബാക്ക് സീറ്റിലോട്ട് കയറാൻ കഴിയും. ആക്ച്വലി ഫോൾഡ് ചെയ്താലേ നിങ്ങൾക്ക് നീക്കാൻ പറ്റുള്ളൂ. അത് നല്ലൊരു ഫീച്ചറാണ്. അതായത് സീറ്റ് തുറന്നു വെച്ചാൽ ഒരിക്കലും ഇത് നീക്കാൻ പറ്റില്ല. സീറ്റ് ഫോൾഡ് ചെയ്താൽ അത് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുള്ളൂ. നമുക്ക് പലപ്പോഴും ട്രാഫിക്കിൽ പെട്ടിട്ട് അപ്പുറത്തെ ഡോർ നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഈ ഒരു ആക്സസ് ഭയങ്കര ഈസി ആയിട്ട് കോമറ്റിൽ പറ്റും. നമുക്കൊരു നോർമലി ഇന്ത്യൻ കണ്ടീഷൻ നമ്മൾ കാണാത്ത തരത്തിൽ നമുക്ക് ഈ ഒരു കോമറ്റിലോട്ട് ഇവിടെ നിന്ന് തന്നെ കയറിയിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊരു സ്പെഷ്യലി EV പ്ലാറ്റ്ഫോമിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു സെൻട്രൽ പില്ലർ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആ ഡോറിന്നാലും ഈ ഡോറിന്നാലും കയറി അകത്തോട്ടിരിക്കാം. അൾട്രാ മോഡേൺ ഡിസൈനാണ് കോമറ്റിൻ്റെ ഇൻറ്റീരിയറിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ലൈൻസ് പോകുന്നതൊക്കെ ഭയങ്കര ന്യൂ ആണ്. നമ്മളൊരു ആസ് എൻ ഇന്ത്യൻ കാർ ഓക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് പറയാൻ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഇല്ല. പക്ഷേ ഇവിടെ ചെറിയൊരു ട്രേ ഉണ്ട്.
ഇവിടെ 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഡോറിൻ്റെ സൈഡിൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് അത്യാവശ്യം വലുത് കാണാൻ കഴിയും. ഓക്കെ, ഒരു 4-5 ബോട്ടിൽ നമുക്കവിടെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യൻ കണ്ടീഷനിൽ ഇങ്ങനെ വൈറ്റായി നിൽക്കുന്ന ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ചില ആൾക്കാർക്ക് ചിലപ്പം വൈറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ നല്ലതായിരിക്കും, കാരണം അത് സ്പേഷ്യസ്നെസ് കൊണ്ടുവരാൻ ആ വൈറ്റ് ഇൻറ്റീരിയർ ടച്ചസിന് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്, പുറത്തുനിന്ന് നോക്കുന്ന ആ സൈസിലല്ല ഞാൻ ഉള്ളിലിരിക്കുമ്പോൾ ഈ സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു വലിയ കാറിൻ്റെ ഉള്ളിൽ കയറി അതേ ഒരു സ്പേഷ്യൽ എക്സ്പീരിയൻസ് എനിക്ക് കോമറ്റിൽ കിട്ടുന്നുണ്ട്. നോർമലി നമ്മൾ കണ്ട് പരിചയമുള്ള കാറുകളെ പോലെ ഒരു ഇഗ്നിഷൻ ബട്ടൺ ഇതിനകത്തില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക് പെഡൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കുറച്ച് നേരം ആ ബ്രേക്കിൽ കാല് വെക്കണം. അപ്പോൾ റെഡി എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഇവിടെ കാണാം, അതിനർത്ഥം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ്. പിന്നെ നമുക്കിവിടെ ഒരു നോബ് കാണാൻ കഴിയും. ഇതും ടിയാഗോയുടെ അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു പാർക്ക് ബട്ടൺ ഉണ്ട്, റിവേഴ്സ് ബട്ടൺ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവിലോട്ട് മാറ്റി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. 2 വിൻഡോയുടെയും കൺട്രോൾസ് ആണ്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. ഇത് ഓട്ടോ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവർ സെൻട്രൽ കൺസോളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിന് സെൻട്രൽ കൺസോളിൽ ചെറിയൊരു 2-3 ബോട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ട്രേ പോലെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടംപററി ഡിസൈൻ ഫോമാറ്റ് ഫോളോ ചെയ്തിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒരു ക്ലസ്റ്റർ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ നോർമലി കാണാറുള്ള എല്ലാ ഇൻഫോർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും നടക്കും. ഇവിടെ നമുക്ക് കാറിൻ്റെ സ്പീഡ് ഓഡോമീറ്ററൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് താഴെ നമുക്ക് 2 AC വെൻസ് കാണാൻ കഴിയും. അതിന് താഴെയാണ് ബേസിക് കൺട്രോൾസിൻ്റെ നോബ്സ് ഉള്ളത്. നമുക്കിവിടെ AC ഉണ്ട്, ഫാൻ സ്പീഡ് ഉണ്ട്, പിന്നെ ഡിഫോഗർ ഉണ്ട്. പിന്നെ നമുക്ക് ആക്ച്വലി 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, എക്കണോമി, നോർമൽ ആൻഡ് സ്പോർട്ട്. ആ ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് ഈ ഒരു സ്വിച്ച് വഴി സെലക്ട് ചെയ്യാം. സ്റ്റിയറിംഗ് കൺട്രോൾസിലെ കാര്യം വരികയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കോമറ്റിനുള്ളത്. ഡയമീറ്ററും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കൺസോളിൽ ഈ കൺട്രോൾ നമുക്ക് നമ്മുടെ ക്ലസ്റ്ററിലുള്ള ഡീറ്റെയിൽസ് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 2 ഡമ്മിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സൗണ്ടും സെലക്ഷനൊക്കെ ഇവിടെ നടക്കും. ഇത് വോയിസ് കമാൻഡാണ്. ഈ ഒരു സ്വിച്ചിന് വേണ്ടിയിട്ട് നമുക്ക് കമാൻഡ്സ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഏത് കമാൻഡ് വേണമെങ്കിലും ഈ സ്വിച്ചിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മളുടെ ഇൻറ്റീരിയറിലുള്ള കൺട്രോൾസ്. കോ പാസഞ്ചർ സൈഡിൽ എനിക്ക് നല്ല കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആവശ്യമുള്ള ഹെഡ് റൂം എനിക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എ ലോങ്ങർ റൈഡിനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീതി കുറച്ച് കുറവാണ്. പിന്നെ 2 ആൾക്കാർ അടുത്തടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഷോൾഡറൊക്കെ ഒന്ന് തട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഭയങ്കര അടുത്തടുത്താണ് ഈ സീറ്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബാക്കോട്ട് പോകുമ്പോൾ ഈ ഡോറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് കയറുക. എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റിയൊരു കംഫർട്ട് പൊസിഷനിൽ ഞാൻ ഇരുന്നത്. എനിക്ക് ഇത്രയും സ്പേസിനകത്തുണ്ട്. ഇവിടെയും ഞാൻ പറഞ്ഞ തൈ സപ്പോർട്ട് കുറച്ച് കുറവായിട്ടുള്ള തോന്നുന്നു. ഒരു 6 ഫീറ്റുള്ള ആളൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് വിഷ്വലി ഈ ഒരു സീറ്റിൻ്റെ ഹെഡ് പൊസിഷൻ എനിക്ക് വിഷ്വലി കുറച്ച് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കാണാൻ പറ്റും, കാരണം ഈ ചെറിയ വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് മുന്നോട്ട് വെച്ചിട്ട് കംഫർട്ടബിളി ഇരിക്കുമായിരുന്നു. എൻ്റെ ഈ ഹൈറ്റിൽ തന്നെ കുറച്ചൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് എനിക്ക് ഈ ഒരു സീറ്റ് തരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. ഈ സീറ്റും ബാക്ക് ഗ്ലാസും തമ്മിൽ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ വണ്ടിയൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അകത്തിരിക്കുമ്പോൾ. 4 പേർക്ക് കംഫർട്ടബിൾ യാത്ര ചെയ്യാനാണ് കോമറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് നമുക്ക് വണ്ടിയിൽ കാണാൻ കഴിയുള്ളൂ. ബാക്കിൽ 3 പേര് ഒരിക്കലും പോസിബിൾ അല്ല. ഞാനിവിടെ MG മലപ്പുറത്തോട്ട് വന്നപ്പോൾ റിവ്യൂ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും വേറെ വണ്ടികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആക്ച്വലി ബൈജു നായർ റിവ്യൂ ചെയ്ത വണ്ടിയാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. ബൈജു ചേട്ടാ, നിങ്ങളിത് എപ്പോഴും കാണുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് നമ്മളുടെ പ്രസൻറ്റേഷൻ എന്നുള്ളത്. ഞങ്ങളിന്ന് MGന്ന് വണ്ടി എടുത്തു, മങ്കട ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്യാണ്. ഇപ്പോൾ എനിക്കിതിലൊരു 93% ചാർജ് ഉണ്ട്. 186 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 50 km/h ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം വൈറ്റ് ആണ്, അപ്പോൾ നമുക്ക് മെയിൻ്റനൻസിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഈ ഡ്രൈവിന് തന്ന വെഹിക്കിളിന് ഇവർ ഒരു ബ്ലാക്ക് ലെതറൈറ്റ് സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ട്, അതും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം.
ഞാനിപ്പോൾ ഓടിക്കുന്നത് ഇക്കോ മോഡലാണ്. ഇവിടെ ഉള്ള ES എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് നോർമൽ മോഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും കുറച്ച് റിജിഡ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പോർട്സ് മോഡുണ്ട്. ഇങ്ങോട്ട് വരുമ്പം കുറച്ചും കൂടെ വണ്ടിക്ക് ഒരു അഗ്രസീവ്നെസ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇക്കോയും നോർമലും തമ്മിൽ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഫൺ ടു ഡ്രൈവ് ആയി തോന്നുന്നത് ഈ സ്പോർട്സ് മോഡാണ്. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് സ്പോർട്സ് മോഡിൽ തന്നെ ഞാൻ വണ്ടി മോഡായിട്ട് ഇടുക. പിന്നെ എനിക്ക് ഇവർ തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എക്കണോമിയോ അല്ലെങ്കിൽ നോർമലോ ആണെങ്കിൽ ഒരു 80-70 സ്പീഡിൽ വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ. സ്പോർട്ടിലാകുമ്പോൾ നമുക്ക് ആക്ച്വലി 120 വരെയൊക്കെ കയറി പോകുമെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇവരുടെ പവർ ജനറേഷൻ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡുകളുണ്ട്. ഇപ്പം പവർ ജനറേഷൻ ലൈറ്റിലാണ് കിടക്കുന്നത്. ആ ES എന്ന് പറഞ്ഞ് നമ്മൾ ആ സ്പോർട്സ് മോഡിൻ്റെ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലാകും, പിന്നെ ഹെവി ആകും. ഓക്കെ, അപ്പം നമുക്ക് പവർ ജനറേഷൻ്റെയും മോഡ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ആക്ച്വലി ഹെവി ആയിട്ട് ജനറേറ്റ് ചെയ്താൽ നമ്മൾ ബാറ്ററി റീചാർജ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ലോങ്ങർ റേഞ്ച് കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ. കാര്യം 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈവിംഗ് മോഡ്സും വരുമ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒരു ഡ്രൈവറായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അവർക്ക് റേഞ്ചും കൂടുകയോ കുറയുകയോ ചെയ്യും. 180 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞത് ഒരു യൂസർ അവരുടെ പവർ ജനറേഷൻ ഹെവിയിലിടണം, പിന്നെ ഡ്രൈവ് എക്കണോമിക്കലോ അല്ലെങ്കിൽ നോർമലോ ആയിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ റേഞ്ച് കിട്ടുള്ളൂ, അല്ലെങ്കിൽ റേഞ്ചിൽ കുറവ് വരാം. ലൈറ്റോ നോർമലോ നമ്മൾ പവർ ജനറേഷൻ ഇടേണ്ടത് നമ്മളുടെ സിറ്റി ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഹെവി ട്രാഫിക്കിലൊക്കെ ആയിരിക്കും. സ്റ്റീപ്പായിട്ടുള്ള കുത്തണ ഇറക്കമൊക്കെ വരുമ്പോൾ നമുക്ക് ഹെവി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് എഫക്റ്റും കൂടെ തരും. അപ്പം കയറ്റൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ ഒരു 10% ബാറ്ററി റീജനറേറ്റർ ആവും. അതായത് നമ്മളുടെ താമരശ്ശേരി ചുരം പോലത്തെ ചുരം ഇറങ്ങി വരുമ്പോഴേക്കിന് ഒരു 10% ബാറ്ററിയൊക്കെ നമുക്ക് റീചാർജ് ആവാം. നമ്മൾ കുറച്ച് ഗട്ടറിലുള്ള റോഡിലൂടെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വൈബ്രേഷൻസ് ഒക്കെ ഉള്ളിൽ അതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ടിയാഗോ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരുന്നത്. അപ്പം അതിന് ഒരു 14 ഇഞ്ച് വീലാണ്, ഇതിന് 12 ഇഞ്ച് വീലാണ്. ആ ഡിഫറൻസ് കൊണ്ടായിരിക്കണം ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും നല്ല പെപ്പിയാണ് ഈ ഡ്രൈവ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് സ്പേഷ്യസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. ഓക്കെ, എനിക്ക് വണ്ടി എവിടെ നിൽക്കുന്നു, എത്ര വീതിയുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം സിറ്റി ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഒരു ബൈക്ക് എടുത്ത് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. കാര്യം അത്രയേ ഉള്ളൂ ഇതിൻ്റെ നീളം. വിടുത്തും ഭയങ്കര കൺട്രോളബിൾ ആണ്. തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ടിയാഗോ ആണ്. അപ്പം എനിക്ക് ടിയാഗോനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വിസിബിലിറ്റി കൂടുതലാണ്, അത് പറയാതെ വയ്യ. ഈ ഒരു വെഹിക്കിളിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 817 കിലോഗ്രാമാണ്. ടിയാഗോയുടേത് 1084 കിലോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് ആക്സലേഷൻ കൊടുക്കുമ്പോൾ ഇതിനാണ് കൂടുതൽ റെസ്പോൺസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ടിയാഗോ ഒരിക്കലും ഡ്രൈവിൽ മോശമല്ല, എങ്കിലും കുറച്ചും കൂടെ പെപ്പിനെസ് ഈ ഒരു ഡ്രൈവിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ കുറച്ചും കൂടെ അപ്ലിഫ്റ്റഡ് ആണ് റോഡിൽ നിന്ന് കമ്പയറിങ് ടു ടിയാഗോ. ഇൻറ്റീരിയർ കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, കുറച്ചും കൂടെ ബ്രൈറ്റ് ആണ്. പക്ഷേ ടിയാഗോ ആസ് എ കാർ നല്ലതാണ്, എങ്കിലും എനിക്ക് ഡ്രൈവ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു കോമറ്റിലെയാണ്. പിന്നെ ഇത് പലപ്പോഴും പ്രൈമറി വെഹിക്കിളായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അതിൻ്റെ സ്പേഷ്യൽ ലിമിറ്റേഷൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സീറ്റിംഗ് കംഫർട്ടൊക്കെ നോക്കിയിട്ട്. പക്ഷേ സെക്കൻഡറി വെഹിക്കിളായിട്ടും ഒരു ഹെവി സിറ്റി ട്രാഫിക്കിന് വേണ്ടി വെഹിക്കിളായിട്ടൊക്കെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എനിക്കിതിൻ്റെ ക്ലസ്റ്ററിൽ ബ്രേക്ക് കിട്ടുമ്പം ബാക്കിൽ ആ ടെയിൽ ലാമ്പ് കത്തുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ക്ലസ്റ്റർ തരുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മളെ ഇന്ത്യൻ കാസിൽ കണ്ടു മറന്ന ഒരു ക്ലസ്റ്റർ ഇൻ്റർഫേസ് എല്ലാ കോമറ്റിലുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് രാത്രിയൊക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും ഈ ഒരു ക്ലസ്റ്ററിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഇത് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞൊരു ഇപ്പോൾ ഒരു ഓട്ടോ സൈഡിൽ കൂടെ പോയി അതിനെക്കാട്ടി കുറച്ച് വലിപ്പേ ഇതിനുള്ളൂ. അപ്പോൾ അതിനെക്കാട്ടി സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയുടെ മോട്ടോറിൻ്റെ പവർ ഞാൻ പറയാം. അതായത് 41 bhp ആണ് വണ്ടിയുടെ പവർ, 110 ന്യൂട്ടൺ മീറ്ററാണ് ഇതിൻ്റെ ടോർക്ക്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നാലും ആ ഒരു പവറിൽ നമുക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഇന്ത്യൻ റോഡ്സിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തപ്പം 530 കിലോമീറ്റർ ആയിരുന്നു വണ്ടിയിലെ ഓഡോമീറ്റർ കാണിച്ചുകൊണ്ടിരുന്നത്. 95% ചാർജ് ഉണ്ടായിരുന്നു, 188 റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി ഓടിയിട്ടുള്ളത് ഏകദേശം 20 കിലോമീറ്ററാണ്.
ഇപ്പോൾ വണ്ടിയിൽ കാണിക്കുന്ന ചാർജ് 80% ആണ്. 160 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഇവരുടെ ബാറ്ററി റേഞ്ച് അനുസരിച്ച് ഞാൻ ഓടേണ്ടിയിരുന്ന ദൂരം 28 കിലോമീറ്ററാണ്. പക്ഷേ ഞാൻ ആക്ച്വലി ഓടിയ ദൂരം 20 കിലോമീറ്ററാണ്. ആ ഒരു ഡിലേ അല്ലെങ്കിൽ ആ ഒരു ലാഗ് ഞാൻ ടിയാഗോയിലും ശ്രദ്ധിച്ചു. അത് നമ്മളുടെ ഡ്രൈവിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ കേട്ടോ. കാരണം ഞാൻ എക്കണോമിക് മോഡിലല്ല എല്ലാ സമയത്തും ഓടിച്ചു. ഞാൻ സ്പോർട്ടിൽ ഓടിച്ചു. ബ്രേക്കിംഗ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇടയ്ക്ക് നന്നായിട്ട് സ്പീഡ് എടുത്തു. ഇതിൻ്റെ ആ ഒരു റെസ്പോൺസൊക്കെ അറിയാൻ വേണ്ടി. അത്യാവശ്യം നല്ല റെസ്പോൺസുള്ള വണ്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിയാഗോയും MG കോമറ്റ് EV ആണ് ഇപ്പം നമ്മളെ മാർക്കറ്റിലുള്ള 2 ഇൻട്രൊഡക്ടറി റേഞ്ച് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ നിങ്ങൾ രണ്ടും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. എന്നിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കണം റോഡിൽ ആക്ച്വലി. എന്നിട്ട് നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിലി നമ്മളുടെ ഡ്രൈവ് കംപ്ലീറ്റ് ആക്കി. ഞാൻ പിന്നെ നോക്കിയ കാര്യം എന്ന് വെച്ചാൽ എവിടെയാണ് ഈ പറഞ്ഞ ഇഗ്നീഷൻ ഓഫ് ആക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഇതിന് ഇഗ്നീഷൻ ഓഫ് ആക്കാൻ വേണ്ട, നമ്മൾ ഓൺ ആക്കാത്ത പോലെ ഓഫ് ആക്കാൻ വേണ്ട. ജസ്റ്റ് ഈ ഡോറ് തുറക്കുക, പുറത്തിറങ്ങുക, ലോക്ക് ചെയ്യുക, തനിയെ ഇതിൻ്റെ ഇഗ്നീഷൻ ഓഫായി പോകും. പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ, ഓഫാക്കാൻ. അതും ഞാൻ പറഞ്ഞു വയ്ക്കാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് പവർ ഓഫ് എഞ്ചിൻ ഓഫ് ആക്കാനുള്ള. അങ്ങനെ വേണമെങ്കിലും എഞ്ചിൻ ഓഫ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങി ഡോറൊന്ന് അടച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ഓഫ് ആവും. ഈ ഒരു MG കോമറ്റ് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓഫീസ് യൂസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവിനൊക്കെയാണ്. മാക്സിമം ഒരു 40 മിനിറ്റ്സ് ഡ്രൈവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് വേർത്തി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും ഈ ഒരു ഡിസൈൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഡിസൈൻ മാത്രമല്ല, ഇതിൻ്റെ ഫീച്ചേഴ്സും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് iSmart കണക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മളുടെ ഫോണുമായിട്ട് ഈ വണ്ടി കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. കൂടാതെ വണ്ടിയെ ട്രാക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ AC ഒക്കെ റിമോട്ട്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയ വെഹിക്കിളാണ് കാണുമ്പോഴെങ്കിലും ഇതിൻ്റെ ഹൈറ്റ് ആക്ച്വലി ഇവരുടെ SUVയുടെ അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.